മീറ്റ് അൻവിൻ ജോസ്. യുകെയിൽ ഭയങ്കര ഒരു ലക്ഷൂറിയസ് ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത് അതിലൂടെ ഒരു ഓഡിയൻസിനെ വളർത്തിയെടുത്ത് കുട്ടികളുടെ ഇടയിൽ സിംഗിൾ സിഗ്മ ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത് അപ്പൊ മൂലം തിരുന്നാൾ വലിയ ക്യാമറാണില്ലേ എന്ന് ഞാൻ തന്നെ എങ്ങനെ പറയാ. മൾട്ടി മില്യണർ ബിസിനസ് എംപയർ ഉണ്ടായിരുന്ന എന്നിട്ട് 2023 റിട്ടയർ ആയ 21 മുകളിൽ കാർ കളക്ഷൻ ഉള്ള ഒരു കാർ എന്തൂസിയാസ്റ്റ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. തീർച്ച കഴിഞ്ഞാൽ മിന്നുന്നതെല്ലാം പൊന്നാണ്. എന്താന്ന് വെച്ചാൽ തുറന്നു പറ, അവരുടെ സസ്പെൻസ് ഇടാതെ. കല്യാണം എന്നൊരു പ്ലാൻ ഉണ്ടോ? ഇല്ല. കല്യാണം കഴിക്കാൻ വിരോധമാണോ? വിരോധമൊന്നുമില്ല, ഇപ്പൊ എന്തായാലും പ്ലാൻ ഇല്ല. അപ്പൊ പിന്നെ ഇതാരാ അൻവിനെ ഈ നിലമ്പൂറുള്ള കൊച്ചിനെ മറന്നു തൂക്കിയല്ലോ നാദാ. അപ്പൊ താൻ തട്ടിപ്പാണല്ലേ? ഡക്കും പുട്ടും നിന്റെ പരിപാടി തീർത്ത് തരാടാ ഞാൻ. പോട്ടെ, ഇയാള് മൾട്ടി മില്യണർ ആണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തും ഈ കുട്ടിക്ക് കോളേജിൽ പഠിക്കാനുള്ള ഫീസിന് വേണ്ടിയിട്ട് ഗോ ഫണ്ട്മി പേജ് വരെ കുട്ടിക്ക് തുടങ്ങേണ്ടി വന്നു. ഞാൻ പറഞ്ഞില്ലേ ഇവൻ കള്ള റാസ്കലാണ്. അങ്ങനല്ലാതെ അമ്മാവിന്റെ ഇതിൽ ഇടപെടണ്ട, ഞാൻ അവനെ കൈകാര്യം അറിയില്ല. പക്ഷേ ആ കുട്ടിയുടെ ഡിപ്പെൻഡന്റ് വിസയിലല്ലേ അൻവിൻ എന്ന് പറയുന്ന വ്യക്തി യുകെയിൽ നിന്നോണ്ടിരുന്നത്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? 2022 ജാനുവരിയിൽ ഷിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി യുകെയിൽ ഒരു കെയർ ഹോം സ്റ്റാർട്ട് ചെയ്യുന്നു. 2ാം മാസത്തിൽ ഒരു റിക്രൂട്ടറായിട്ട് അൻവിൻ അവിടെ 30% ഓണർഷിപ്പിലേക്ക് കടന്നു വരുന്നു. 11ാം മാസത്തിനുള്ളിൽ അതിനകത്തുള്ള എല്ലാ പാർട്ട്നേഴ്സിനെയും ഡൈല്യൂട്ട് ചെയ്തിട്ട് നിബു സിറിയാക്ക് 100% ഓണർഷിപ്പിലോട്ട് കമ്പനി മാറ്റുകയും ഇവരെല്ലാരും ആ കമ്പനിനകത്ത് നിന്ന് പോവുകയും ചെയ്യും. നല്ലതാ, പരിചയമുള്ളവരെ തന്നെ വഞ്ചിക്കുന്നത് നല്ലതാ ഇല്ലടാ. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. 11 മാസത്തിൽ ഒരു വൃദ്ധസദനം നടത്തിയിട്ട് മൾട്ടി മില്യണർ ആയിട്ട് റിട്ടയർ ആകാൻ പറ്റുമെന്നാണ് നിങ്ങൾ എല്ലാവരും പറയുന്നത്. കറന്റ് ഇപ്പൊ എത്ര വണ്ടി ഉണ്ടാവും? ഞാൻ ഇന്റർവ്യൂ വിരലിൽ എണ്ണാൻ പറ്റാത്തത് നന്നാലൊരു എക്സാക്ട് കൗണ്ട് 21 വണ്ടിയോ അൻവിന്? ആ സെക്കൻഡ് ഹാൻഡ് BMW പിന്നെ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ, ഒരു നിസാൻ പെട്രോൾ. അതും വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കാൻ പൈസ ഇല്ലാതെ അങ്ങനെ നല്ല കിടക്കുന്നുണ്ട് ഒരു വർഷമായിട്ട് വണ്ടി. അതല്ലാതെ വേറെ ഏത് വണ്ടിയാണ് അൻവിന്റെ പേരിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത് യുകെയിൽ? അതൊന്നും എനിക്കറിയാൻ മേല. ഇത് കുരുട്ടുബുദ്ധിയുടെയും പൊങ്ങച്ചത്തിന്റെ ലോകമാണ്. ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മളും അങ്ങനെയൊക്കെ ഒന്ന് ആവണം. അതുപോലെ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫാം ഹൗസ്, ആ റെന്റഡ് ആയിട്ടുള്ള ഒരു ഫാം ഹൗസ് ഉണ്ടല്ലോ, ആ പറയുന്ന ഫാം ഹൗസിന്റെ റെന്റ് കൊടുക്കാതിരുന്നു. ഇതൊരു നടക്ക് പോണ കേസല്ല. ആരംഭിച്ചു ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. ഇതൊരു 3 പാർട്ടുള്ള സീരീസ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ കണ്ടതൊരു ട്രെയിലർ മാത്രം. നിന്റെ കാര്യത്തിൽ തീരുമാനം അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? ശിവനേ.